ഈ പ്രഭാതവും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഗ്രേസ് പ്രയർ ഫെലോഷിപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ സൂം മീറ്റിംഗ് നാളുകളായി ദൈവം ഇതിനെ നിർത്തുന്നതിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അനേക സൂമുകൾ ആമേൻ വളരെ ആഘോഷത്തോടുകൂടെ ആനന്ദത്തോടുകൂടെയൊക്കെ പ്രവർത്തിച്ചുവെങ്കിലും പല സൂം പ്ലാറ്റ്ഫോമുകളും ആമേൻ പാതി വഴിയിൽ അത് സ്റ്റോപ്പായി പോയപ്പോൾ ഈ അനുഗ്രഹിക്കപ്പെട്ട ഗ്രേസ് പ്രയർ ഫെലോഷിപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ പ്ലാറ്റ്ഫോം വളരെ ശക്തമായും അനുഗ്രഹമായും മുന്നോട്ട് പോകുന്നതിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. അനവധി പ്രാവശ്യം ദൈവവചനവുമായി ഈ പ്ലാറ്റ്ഫോമിൽ കടന്നു വരുവാൻ ദൈവം എന്നെയും സഹായിച്ചു, സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിലും വചന ശുശ്രൂഷയ്ക്കായി എന്നെ ക്ഷണിച്ച പ്രിയ ബിനസോടുള്ള നന്ദിയും ആ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ പ്രഭാതം പരിശുദ്ധാത്മാവ് എന്നിൽ തന്ന ആലോചന പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞാൻ ദൈവസന്നിധിയിൽ ശരണപ്പെടുന്നു. എൻ്റെ ശബ്ദമെല്ലാം ക്ലിയർ ആണെന്ന് ഞാൻ കരുതുന്നു. ശുശ്രൂഷയുടെയും യാത്രയുടെയൊക്കെ തിരക്കുകൾ കാരണം അസ്വസ്ഥത ഉണ്ടെങ്കിലും ഭാരവും ക്ഷീണവും ഒക്കെ ഉണ്ടെങ്കിലും ദൈവം ബലപ്പെടുത്തുവാനായി നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന ഞാനും ചോദിക്കുന്നു. 75-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പറയുന്നു. 75-ാം സങ്കീർത്തനം അതിന്റെ 2-ാം വാക്യത്തിൽ പറയുന്നു, സമയം വരുമ്പോൾ ഞാൻ നേരോടെ വിധിക്കും. സമയം വരുമ്പോൾ ഞാൻ നേരോടെ വിധിക്കും. മനുഷ്യർ പല കാര്യങ്ങളും ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന സമയത്തോ കാലത്തോ അത് നടക്കണമെന്നില്ല. എല്ലാറ്റിനും അതിൻ്റെതായ ഒരു സമയമുണ്ടെന്ന് ശലോമോൻ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അതുപോലെ ദൈവത്തിന്റെ പ്രവൃത്തികൾക്കും ഒരു സമയമുണ്ട്. നമ്മുടെ ചിന്തകൾക്ക് ആധാരമായി ഈ സങ്കീർത്തനത്തിൽ ദൈവം അരുളി ചെയ്തിരിക്കുന്ന ഒരു വിഷയമാണ് സമയം. ആമേൻ, സ്തോത്രം. ഒരുത്തനെ ഉയർത്തുവാനും മറ്റൊരുത്തനെ താഴ്ത്തുവാനും, അഹങ്കാരികളെ ശിക്ഷിക്കുവാനും, ദുഷ്ടനെ ന്യായം വിധിപ്പാനും, ഭക്തന്മാർക്ക് അനുഗ്രഹങ്ങൾ നൽകുവാനും ദൈവം ഒരു സമയം ആമേൻ നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു തിരുവചനം. ദൈവം നമുക്ക് മറച്ചു വെച്ചിരിക്കുന്ന അനേക കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ മരണം, അത് ദൈവം നമുക്ക് മുന്നമേ വെളിപ്പെടുത്തുകയില്ല. നമ്മുടെ മരണത്തെ മുൻകൂട്ടി അറിയുന്നവരാരും തന്നെ ഈ ഭൂമിയിലില്ല. ദൈവം അത് നമുക്ക് മറച്ചു വെച്ചിരിക്കും. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം പറയുന്നു, അവൻ അവരോട്, പിതാവ് തന്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. അപ്പോൾ ദൈവത്തിന് നമ്മെ വിടുവിക്കുവാൻ ഒരു സമയമുണ്ട്, നമ്മോട് സംസാരിക്കാൻ ഒരു സമയമുണ്ട്. ഇന്ന് പ്രഭാതത്തിൽ അനേക അഭിഷക്തന്മാർ, എന്നേക്കാൾ ശ്രേഷ്ഠന്മാർ ആമേൻ ഈ കേരളത്തിൽ അല്ലെങ്കിൽ ആമേൻ ഈ ലോകത്തിൽ തന്നെ ഉള്ളപ്പോ ഇന്ന് നിങ്ങളുമായി ദൈവത്തിന്റെ വചനം സംസാരിക്കണമെന്ന് ദൈവം മുന്നമേ ആമേൻ തീരുമാനിച്ചു. ഈ സമയത്ത് ആമേൻ പാപ്പച്ചൻ ജോർജ് എന്ന ആമേൻ വ്യക്തി തന്നെ ഈ പ്ലാറ്റ്ഫോമിൽ സംസാരിക്കണമെന്ന് ദൈവം മുന്നമേ നിശ്ചയിച്ചിരുന്നു. നമ്മെ സഹായിപ്പാനും നമ്മുടെ ദുഃഖങ്ങളെ മാറ്റുവാനും, നമ്മുടെ നിരാശകളെ മാറ്റുവാനും, നമ്മുടെ വേദനകളെ മാറ്റുവാനും, നമ്മുടെ രോഗങ്ങളെ മാറ്റുവാനെല്ലാം ഒരു സമയമുണ്ട്. നാം ഒരു ഡോക്ടറെ സന്ദർശിച്ചു കഴിഞ്ഞാൽ സ്തോത്രം, ഡോക്ടർ പറയും ചില ആഴ്ചകൾ, ചില മാസങ്ങൾ, ഒരു നീണ്ട സമയം അവർ കുറിപ്പ് തരും. എന്നാൽ നമുക്കറിയാം വിശുദ്ധ വേദ പുസ്തകത്തിൽ 12 വർഷം വൈദ്യന്മാർ സമയം കൊടുത്തിട്ടും ആമേൻ ആ സ്ത്രീയുടെ സമ്പത്തെല്ലാം തീർന്നിട്ടും അവളുടെ രോഗത്തിന് ഒരു സൗഖ്യം വരാതെ
12 വർഷം, നീണ്ട 12 വർഷം ആമേൻ ഒരു സമാധാനമില്ലാതെ, ഒരു സന്തോഷമില്ലാതെ, സമൂഹത്തിന്റെ നടുവിൽ സ്വാതന്ത്ര്യത്തോടുകൂടെ അവൻ ഇടപഴകാൻ അല്ലെങ്കിൽ സ്വന്തം ഭവനത്തിൽ പോലും കയറി ചെല്ലുവാൻ കഴിയാത്ത നിലകളിൽ ഭാരപ്പെട്ട ആ രക്തസ്രാവക്കാരിയെ വിടുവിക്കുവാൻ അവൻ ദൈവത്തിന് 12 വർഷം ആമേൻ സ്തോത്രം ആമേൻ വേണ്ടി വന്നു. ദൈവത്തിനല്ല, സ്തോത്രം. വൈദ്യന്മാര് 12 വർഷം ആമേൻ ചികിത്സിച്ചെങ്കിലും അവരുടെ സമ്പത്തെല്ലാം നഷ്ടമായെങ്കിലും യേശു ക്രിസ്തുവിനെ ആമേൻ അവളെ സൗഖ്യമാക്കുവാൻ നിസ്സാര നിമിഷങ്ങൾ കൊണ്ട് അവൾക്കായി ഒരു സമയത്തെ യേശു ക്രിസ്തു കരുതി വെച്ചിരുന്നു. ആമേൻ 38 വർഷം ബെഥസ്ത കുളക്കരയിൽ കിടക്കുന്ന ആ വ്യക്തിയുടെ ജീവിതത്തിൽ ആമേൻ ആരാലും ഒന്ന് സൗഖ്യമാക്കുവാൻ, ആരാലും ആമേൻ ആ വെള്ളത്തിലൊന്ന് ഇറക്കുവാൻ ഉണ്ടായിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് ആഗ്രഹിച്ച വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ സമയമായപ്പോൾ അവൻ യേശു കർത്താവ് അവൻ ഇറങ്ങി വരുവാനിടയായി. സ്തോത്രം. അവൻ നമുക്ക് ചിന്തിക്കുവാൻ പോലും കഴിയാത്ത നിലകളിൽ ദൈവത്തിന്റെ പ്രവൃത്തി അതിനകത്ത് വെളിപ്പെടുവാനിടയായി. തന്റെ വിഷയം, എന്നെ സഹായിപ്പാൻ ആരുമില്ല, എന്നെ ഈ വെള്ളത്തിൽ ഒന്ന് ഇറക്കുവാൻ ആരുമില്ല എന്നുള്ള ആമേൻ പ്രയാസമായി. 25 വർഷക്കാലം ദൈവത്തിന്റെ ആലോചന കേട്ട അബ്രഹാമും സാറായും ആമേ വളരെ ഭാരത്തോടു കൂടെയായിരുന്നു. 1 വർഷമായി, 2 വർഷമായി, 3 വർഷമായി, 5 വർഷമായി ദൈവത്തിന്റെ ആലോചനകൾക്ക് മറുപടി ഇല്ലല്ലോ എന്ന് ഭാരപ്പെട്ടുകൊണ്ട് നീണ്ട 25 വർഷം കാത്തിരിക്കുവാനിടയായി. എന്നാൽ ആമേൻ സ്തോത്രം, ദൈവത്തിന്റെ സമയമായപ്പോൾ ദൈവം ആമേ തന്റെ ആമേ സ്തോത്രം വാഗ്ദത്തം നിവർത്തിപ്പാനിടയായി. ഇന്ന് പ്രഭാതത്തിൽ അവൻ ഈ സൂമിനകത്തായിരിക്കുന്ന അവൻ അനേക പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാത്മാവിന് പറയുവാനുള്ളത്, അതെ ആമേ സ്തോത്രം, ഈ 4-ാം മാസം ദൈവത്തിന്റെ ചില പ്രവർത്തികൾ വെളിപ്പെടാൻ പോവുകയാണ്. എത്ര പേർ വിശ്വസിക്കുന്നെന്ന് എനിക്കറിയത്തില്ല. ഇന്ന് പകൽ ഞാൻ ശാന്തമായി ദൈവവചനം സംസാരിക്കുമ്പോൾ ദൈവമക്കളെ, നിങ്ങൾ ഈ ദൈവശബ്ദം നിങ്ങൾ ഏറ്റെടുത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ 4-ാം മാസം അനേക പ്രാർത്ഥനയുടെ മറുപടികൾ ആമേൻ ഈ 2026 ഈ 4-ാം മാസത്തിന്റെ 7-ാമത്തെ പ്രഭാതം വരെയും നിങ്ങളുടെ പ്രാർത്ഥന വിഷയം നിങ്ങളുടെ കരങ്ങളിൽ ലഭിച്ചില്ല എങ്കിൽ ഇന്ന് ഈ മീറ്റിംഗ് കഴിയുമ്പോൾ ഇന്ന് പ്രഭാതത്തിൽ ആത്മാവ് ശക്തമായി പറയുന്നു, നിന്റെ പ്രാർത്ഥനയുടെ മറുപടികൾ ആമേ സ്തോത്രം അതിന് ഉത്തരമായി സഖരിയാവിനോട് ആമേ സ്തോത്രം പരിശുദ്ധാത്മാവ് ആമേൻ ഹല്ലേലൂയ ആമേൻ സ്തോത്രം ദൂതൻ ഇറങ്ങി വന്ന് പറയുകയാണ്, സഖരിയാവേ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി. ആകയാൽ ഇന്ന് പ്രഭാതത്തിൽ ചില പ്രാർത്ഥനയുടെ മറുപടികൾ ലഭിക്കുന്ന പകലാണെന്ന് ശക്തമായി ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പ്രഭാതം ആലോചന പറയുകയാണ്. സ്തോത്രം. എത്ര പേർ വിശ്വസിക്കുന്നെന്ന് എനിക്കറിയത്തില്ല. ദൈവത്തിനൊരു സമയമുണ്ട്, ദൈവത്തിനൊരു സമയമുണ്ട്. ഹല്ലേലൂയ. പല വിഷയങ്ങളുടെയും ആമേൻ മറുപടിക്ക് വേണ്ടി ദൈവസന്നിധിയിൽ കാര്യമായി ആമേൻ സ്തോത്രം നാം പ്രാർത്ഥിക്കാറുണ്ട്. വിഷാദത്തോടെ വിഷമത്തോടെ ആമേൻ സ്തോത്രം പ്രാർത്ഥിക്കാൻ ചിലപ്പോൾ ആമേൻ നമ്മുടെ ചില നമ്മൾ ദൈവത്തിന് ചില സമയങ്ങളെ ഈ സമയത്ത് ഇപ്പോൾ ഈ സമയം അല്ലെങ്കിൽ നാളെ എന്ന് പറഞ്ഞ് നാം ദൈവത്തിന് ചില സമയങ്ങളെ കുറിക്കാറുണ്ട്. പ്രിയ ദൈവത്തിലെ ആമേ 119-ാം സങ്കീർത്തനത്തിൽ 126-ാം വാക്യത്തിൽ പറയുന്നു, യഹോവേ ഇത് നിനക്ക് പ്രവർത്തിപ്പാനുള്ള സമയമാണ്. ദൈവത്തിന് പ്രവർത്തിപ്പാൻ ഒരു സമയമുണ്ട്. ആ ദൈവത്തിന് പ്രവർത്തിപ്പാനുള്ള സമയത്തെ നാം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ക്ഷമയോടെ പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ കാത്തിരിക്കുകയാണെങ്കിൽ നിശ്ചയമായും നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടികളെ നമുക്ക് ലഭിക്കുവാനിടയാകും. ആമേൻ സ്തോത്രം. വിശുദ്ധ വേദപുസ്തകത്തിൽ ആമേൻ നീണ്ട 10 വർഷം തന്റെ ജനത്തിന്റെ ആമേൻ അല്ലെങ്കിൽ തന്റെ ദേശത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിനായി ഒരു വിടുത ദൈവപ്രവൃത്തി ഉണ്ടാകേണ്ടതിനായി കാത്തിരുന്ന ഒരു വ്യക്തിയാണ് ആമേൻ സ്തോത്രം നവോമി എന്ന ആമേൻ സ്തോത്രം ആ ദൈവദാസി മോവാബിലേക്ക്
തന്റെ ഭർത്താവും തന്റെ രണ്ട് മക്കളുമായി യാത്ര പോകുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടെയാണ് പോയത്. ഈ ബത്ലഹേമിൽ, ആഹാരമില്ലാത്ത ബത്ലഹേമിൽ, ദാരിദ്ര്യം പിടിച്ച ബത്ലഹേമിൽ, സ്തോത്രം, ഈ മഹാക്ഷാമം പിടിച്ച ബത്ലഹേമിൽ നിന്നും നമ്മൾ രക്ഷപ്പെടുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ആ കുടുംബം മോവാബിലേക്ക് പോവുകയാണ്. മോവാബിലേക്ക് പോയി 1, 2, 3, 4 വർഷം കഴിയുമ്പോൾ മക്കളെല്ലാം അവിടെ വിവാഹിതരാകുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. രൂത്തിനെ വിവാഹം കഴിക്കുന്നു, ഓർപ്പയെ വിവാഹം കഴിക്കുന്നു. 2 മക്കൾ നല്ല വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. സന്തോഷത്തിന്റെ ദിനങ്ങൾ അങ്ങോട്ട് അവൻ ആരംഭിക്കുമ്പോൾ നവോമിയുടെ സ്തോത്രം പ്രിയപ്പെട്ടവൻ, തന്റെ ഭർത്താവ് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുവാനിടയായി. ഭർത്താവ് മാറ്റപ്പെട്ട് ചില മാസങ്ങളോ വർഷങ്ങളോ കഴിയുമ്പോൾ സ്തോത്രം 2 മക്കളും ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുവാനിടയായി. പിന്നെ അവരുടെ ജീവിതത്തിൽ തന്റെ മരുമക്കളും സ്തോത്രം നവോമിയുമല്ലാതെ മറ്റാരും അവിടെ കാണുന്നില്ല. ജീവിതത്തിന്റെ എല്ലാ കഷ്ടതയുടെയും ദുഃഖങ്ങളും പേറിക്കൊണ്ട് അവൻ സ്തോത്രം മോവാബ് ദേശത്തിൽ രൂത്ത് സ്തോത്രം രൂത്തിന്റെ സ്തോത്രം രൂത്തിനെ സ്നേഹിച്ചും തന്റെ മരുമക്കളെ 2 പേരെയും ഓർപ്പയും സ്നേഹിച്ചുകൊണ്ട് അവൻ ജീവിക്കുന്ന കാലഘട്ടത്തിൽ നവോമിയുടെ ഒറ്റ ചിന്ത, തന്റെ ദേശത്തിൽ എപ്പോ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും, തന്റെ ദേശത്തിൽ എപ്പോഴാണ് ദൈവം സ്തോത്രം സന്ദർശിക്കുന്നത്. എന്നാൽ 10 വർഷം കഴിഞ്ഞപ്പോൾ അവൾക്കൊരു കാര്യം മനസ്സിലായി. അവൾ കാത്തിരുന്ന പ്രാർത്ഥനയുടെ മറുപടികളെ അവൾക്ക് ലഭിക്കുവാനിടയായി. സ്തോത്രം, ഹല്ലേലൂയ. രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം സ്തോത്രം വായിക്കുന്നത് ഇങ്ങനെയാണ്. ഹല്ലേലൂയ. അവൾ ബത്ലഹേമിൽ യഹോവ തന്റെ ജനത്തിനെ ദൈവം സന്ദർശിച്ച് ആഹാരം കൊടുത്തത് അവൾ കേൾക്കുവാനിടയായി. പിന്നെ ഒരു നിമിഷം പോലും അവിടെ നിൽക്കുവാനിടയായില്ല. പിന്നെ തന്റെ മരുമക്കളെ കൂട്ടി സ്തോത്രം ബത്ലഹേമിലേക്ക് പുറപ്പെടുവാൻ സ്തോത്രം അവർ ഒരുങ്ങി എന്നാണ് അവിടെ കാണുവാനിടയായി. ഒന്ന് വായിക്കാമോ? രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം. യഹോവ തന്റെ ജനത്തെ സന്ദർശിച്ച് ആഹാരം കൊടുത്ത പ്രകാരം അവൾ മോവാബ് ദേശത്ത് വെച്ച് കേട്ടിട്ട് മോവാബ് ദേശം വിട്ട് മടങ്ങിപ്പോകുവാൻ തന്റെ മരുമക്കളോടുകൂടെ പുറപ്പെട്ടു. സ്തോത്രം. നോക്കൂ, മോവാബ് ദേശത്തിൽ വെച്ചാണ് അവൾ കേൾക്കുന്നത്. യഹോവ തന്റെ ജനത്തിന് ആഹാരം കൊടുക്കുവാൻ സന്ദർശിച്ചു. നീണ്ട 10 വർഷം ദൈവിക സന്ദർശനമില്ലാതിരുന്ന ആ പട്ടണത്തിനകത്ത്, അല്ലെങ്കിൽ അപ്പത്തിന്റെ നാടെന്ന് സ്തോത്രം പറയപ്പെടുന്ന, സമാധാനത്തിന്റെ, സന്തോഷത്തിന്റെ, ആരാധനയുടെ നാടെന്ന് വെളിപ്പെടുന്ന ബത്ലഹേമിൽ ദൈവിക സന്ദർശനത്തിന് വേണ്ടി നീണ്ട 10 വർഷം കാത്തിരിക്കേണ്ടി വന്നു. നീണ്ട 10 വർഷം കഴിയുമ്പോൾ സ്തോത്രം അവളുടെ കാതുകളിൽ ഒരു ശബ്ദം കേൾക്കുവാനിടയായി. അവൾ കാത്തിരുന്ന പ്രാർത്ഥനയുടെ മറുപടി ലഭിക്കുവാനിടയായി. അതേ, യഹോവ തന്റെ ജനത്തെ സന്ദർശിച്ചു ആഹാരം കൊടുത്തുവെന്ന് കേൾക്കുവാനിടയായി. സ്തോത്രം. തന്റെ മരുമക്കളുമായി യാത്ര പുറപ്പെട്ടു. ഇന്ന് സ്തോത്രം പകൽക്കാലത്തിൽ നാളുകളായി, ചിലപ്പോൾ 10 വർഷമായിരിക്കാം, 5 വർഷമായിരിക്കാം, നീണ്ട വർഷങ്ങളായിരിക്കാം, ഇന്ന് പ്രാർത്ഥനയുടെ മറുപടി ലഭിക്കാതെ, ഒരു നല്ല ഭവനം സ്തോത്രം പണിയുവാൻ കഴിയാതെ, മക്കളുടെ വിവാഹ ജീവിതം കാണുവാൻ കഴിയാതെ, അല്ലെങ്കിൽ സ്തോത്രം ഒരു തലമുറ കാണുവാൻ കഴിയാതെ, ഒരു സ്തോത്രം കൊച്ചുമക്കളെ കാണുവാൻ കഴിയാതെ, മക്കൾക്ക് നല്ല ഉപജീവനമില്ലാതെ നാളുകളായി പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ മറുപടികളെ കാണുവാൻ ഇന്ന് പകലിൽ യേശുവിന്റെ നാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ. യഹോവ സന്ദർശിക്കുന്ന ദിവസമായി മാറട്ടെ. ദൈവം ഒരുവന്റെ ജീവിതത്തിൽ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ, ഒരു ദേശത്തിൽ ദൈവം സന്ദർശിച്ചാൽ സ്തോത്രം അവിടെ സീസൺ മാറുകയാണ്. ഒരു പട്ടണത്തിൽ ദൈവം സന്ദർശിക്കുമ്പോൾ ആ പട്ടണത്തിൽ ആരൊക്കെയുണ്ടോ ദൈവത്തെ കാത്തിരിക്കുന്ന പ്രാർത്ഥനയുടെ
മറുപടികളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവിടെ സീസൺ മാറുകയാണ്. നോക്കൂ, ആമേൻ. ആമേൻ. മോവാബ് ദേശത്തിൽ കിടന്ന രൂത്തിന്റെ സീസൺ ഒന്ന് മാറുവാൻ, രൂത്തിന്റെ ജീവിതത്തിന്റെ ശൈലി ഒന്ന് മാറുവാൻ, രൂത്തിന്റെ ജീവിതത്തിൽ ഒരു വീണ്ടെടുപ്പുകാരനെ വെളിപ്പെടുത്തുവാൻ ദൈവിക സന്ദർശനം ബെത്ലഹേമിൽ വെളിപ്പെടുവാനിടയായി. മോവാബിലുള്ള രൂത്തിനെ വീണ്ടെടുക്കുവാൻ ബെത്ലഹേമിൽ ദൈവത്തിന്റെ സന്ദർശനം വെളിപ്പെടുവാനിടയായി. ഇന്ന് പ്രഭാതത്തിൽ സ്തോത്രം, ഹല്ലേലൂയ, എത്ര പേർ വിശ്വസിക്കുന്നു എനിക്ക് വേണ്ടി ഒരു ദൈവിക സന്ദർശനം വെളിപ്പെടും? ഇന്ന് പ്രഭാതത്തിൽ എന്റെ പ്രാർത്ഥനയുടെ ഒരു ദൈവിക സന്ദർശനം, എന്റെ സീസൺ മാറാൻ പോവുകയാണ്, എന്റെ തലമുറയുടെ സീസൺ മാറാൻ പോവുകയാണ്, എന്റെ ഭവനത്തിന്റെ സീസൺ മാറാൻ പോവുകയാണ്, എന്റെ ആരാധനയുടെ, എന്റെ ആലയത്തിന്റെ സീസൺ മാറാൻ പോവുകയാണെന്ന് എത്ര പേർ ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നു? സ്തോത്രം. നമ്മുടെ ആരാധന ചിലപ്പോൾ സ്തോത്രം, ഹല്ലേലൂയ, പ്രാർത്ഥനയുടെ മറുപടികൾ ലഭിക്കാതിരിക്കുമ്പോൾ നമുക്ക് സ്തോത്രം ഭയങ്കര ദുഃഖമായിരിക്കും. ഈ പ്രാർത്ഥന ഒന്ന് സ്തോത്രം അവസാനിക്കുന്നത് നല്ലത്. കാത്തിരുന്ന് മടുത്തു, ഉപവസിച്ച് മടുത്തു, ദൈവനാമത്തിന് കൊടുത്തു. പലരും പറയുന്ന വാക്കുകൾ എങ്ങനെയാ? ഞാൻ കൊടുത്തു മടുത്തു പോയെന്ന. സ്തോത്രം. ഇന്ന് പകൽക്കാലം അങ്ങനെ ചിന്തിക്കുന്ന ആരൊക്കെയോ ഇതിനകത്തുണ്ട്. കൊടുത്തു മടുത്തു പോയെന്ന് പറയുന്ന ആരെങ്കിലും ഇതിനകത്ത്, ദൈവനാമത്തിന് കൊടുത്തു മടുത്തു പോയെന്ന് പറയുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ, കുഞ്ഞെ, നീ കൊടുത്തു മടുത്തു പോകണ്ട. സ്തോത്രം. നിറവാർന്ന ഒരു അനുഭവത്തിലേക്ക്, ഒരു നിറവിന്റെ അനുഭവത്തിലേക്ക് നിന്റെ സീസൺ മാറ്റുന്ന ഒരു മാസമാക്കി മാറ്റാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അതുകൊണ്ട് സ്തോത്രം, ഞാൻ കൊടുത്തു മടുത്തു പോയെന്ന് ആരും പറയരുതേ. ആമേൻ. ഹല്ലേലൂയ. നിന്റെ സീസൺ മാറ്റുന്ന ഒരു നല്ല അനുഭവത്തിലേക്ക് ദൈവം നിന്നെ കൊണ്ടെത്തിക്കും. അല്ലെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ നമുക്കത് പ്രാപിക്കുവാൻ കഴിഞ്ഞില്ല എങ്കിൽ നമ്മുടെ തലമുറകളെ ദൈവം സ്തോത്രം, ഹല്ലേലൂയ, അനുഗ്രഹിപ്പാനിടയാകും. എത്ര പേർ വിശ്വസിക്കുന്ന? കരമുയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. അപ്പോൾ സമയം കുറിച്ചു വെക്കുന്ന ദൈവമുണ്ട്. സമയം കുറിച്ചു വെക്കുന്ന മനുഷ്യന് മുറിവുകൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും മറവികളാണ്. എല്ലാം മറന്നു പോകുന്നവരാ. പക്ഷെ ഒരു വ്യക്തി നമ്മെ ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറക്കത്തില്ല. നമ്മൾ പറയുന്നത് എങ്ങനെയാണ്? ചത്താലും ഞാൻ മറക്കത്തില്ല. എന്നാൽ മേടിക്കാൻ വല്ലതും ഉണ്ടെങ്കിൽ മേടിച്ചു കഴിഞ്ഞാൽ അതങ്ങ് മറന്നുപോകും. കാശ് വല്ലതും മേടിച്ച് അങ്ങ് മറന്നുപോകും. അയ്യോ, ഞാൻ മറന്നുപോയി കേട്ടോ, ഇതിന് ഓർമ്മ വന്നില്ല എന്ന് പറയും. നമുക്ക് എന്തെങ്കിലും വിലപിടിപ്പ് ഉള്ളത്, അല്ലെങ്കിൽ സ്വർണമോ സമ്പത്തോ ഒക്കെ, അതൊക്കെ നമ്മൾ മറന്നു. പക്ഷെ ആരേലും ഒരു തെറി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഓർത്തു വെക്കും. ചത്താലും ഞാൻ മറക്കത്തില്ല എന്ന് പറയും. ചത്താലും മറക്കത്തില്ല. എന്നാൽ നമ്മളെല്ലാം മറന്നു പോകുന്ന അതാ മനുഷ്യൻ എന്ന് പറയും. മനുഷ്യനെല്ലാം മറന്നു പോകും. അവന് നന്ദി ഉണ്ടാകത്തില്ല. അവന് മറന്നു പോകും. ദൈവം നമുക്ക് വേണ്ടി ചെയ്ത സ്തോത്രം നന്മകൾ നാം മറക്കുന്നത് കൊണ്ടാണ് ദൈവത്തെ ആരാധിക്കാൻ നാം മടിക്കുന്നത് തന്നെ. ഹല്ലേലൂയ. മനുഷ്യന് മറവികൾ ഉണ്ടാകുന്നത് കൊണ്ട് നിശ്ചിത സമയത്ത് പലതും കൃത്യമായി ഓർത്തു വെക്കാൻ അവൻ മറന്നു പോകുന്നുണ്ട്. എല്ലാം കുറിച്ചു വെക്കും. ദൈവം ഒരിക്കൽ സ്തോത്രം ദൈവജനത്തിന്റെ മരുഭൂമി യാത്രയിൽ അമാലേക്കർ അവരോട് ചെയ്തത്, അമാലേക്കർ ഇസ്രായേൽ ജനത്തോട് ഭയങ്കര ദോഷമായിട്ട് അമാലേക്കർ പറഞ്ഞു, ഈ ഞങ്ങളുടെ ദേശത്ത് നിങ്ങളുടെ കാൽ വെക്കരുത്, നിങ്ങൾക്ക് വഴി സഞ്ചരിക്കാൻ വഴി ഒരുക്കത്തില്ല, വഴി തരത്തില്ല എന്നൊക്കെ അവർക്ക് കുടിക്കാൻ വെള്ളം കൊടുക്കുകയോ ഭക്ഷിപ്പാൻ ഭക്ഷണം കൊടുക്കുകയോ യാതൊരു സഹായം ചെയ്യാതെ, അത് മാത്രമല്ല അവരെ ഉപദ്രവിച്ചുകൊണ്ടേയിരുന്നു ഓരോ ദിവസവും. ദൈവം ഇതെല്ലാം ഓർത്തു വെച്ചിട്ട് മോശയോട് പറഞ്ഞു, മോശേ, നീ ഇത് കുറിച്ചു വെക്കണം കേട്ടോ. നീ ഒരു സ്തോത്രം, നീ ഇത് ശരിക്കും ഒരു പേപ്പറിൽ കുറിച്ചു വെക്കണം, ഒരു ബുക്കിൽ നീ കുറിച്ചു വെക്കണം കേട്ടോ. ഇതെല്ലാം കാലങ്ങൾ അവൻ എത്ര കഴിഞ്ഞാലും ദൈവം കുറിച്ചു വെക്കുന്നൊന്നും മറന്നു പോകത്തില്ല. അവൻ അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ, നീ സ്തോത്രം ആകാശത്തിലെ നക്ഷത്രങ്ങൾ നിനക്കെണ്ണാൻ കഴിയുമോ? കടൽപ്പുറത്തെ മണൽത്തരികളെ നിനക്കെണ്ണാൻ കഴിയുമോ? അങ്ങനെയാണെങ്കിൽ സ്തോത്രം അബ്രഹാം ഇതൊക്കെ പറഞ്ഞു, എണ്ണാൻ കഴിയത്തില്ല. ഇതെന്തോ പറയുന്നത്? കടൽപ്പുറത്തെ മണൽത്തരികളെ എനിക്ക് എങ്ങനെ എണ്ണാൻ കഴിയും? ആകാശത്തിലെ നക്ഷത്രങ്ങളെ എനിക്ക് എങ്ങനെ എണ്ണാൻ കഴിയും? അങ്ങനെയാണെങ്കിൽ അതുപോലെ നിനക്ക് ഞാൻ സന്തതികളെ തരുമെന്ന് പറയുവാനിടയായി.
ആമേ സ്തോത്രം ഹല്ലേലൂയ. ഇന്നും അബ്രഹാം ജീവിച്ചിരിക്കുകയാണ് ആയിരുന്നുവെങ്കിൽ അബ്രഹാം സ്തോത്രം അബ്രഹാമിന്റെ സന്തതികളെ, അബ്രഹാമിന്റെ സന്തതിയുടെ സന്തതികളുടെ സന്തതികളെ എണ്ണിത്തീർക്കാൻ കഴിയാത്ത നിലകളിൽ ആയിത്തീർന്നേനെ. ആമേ സ്തോത്രം. ദൈവം ആമേ കുറിച്ചുവെക്ക്, ഞാൻ നിനക്കൊരു സന്തതിയെ തരും. നീണ്ട 25 വർഷം കഴിഞ്ഞപ്പോൾ ദൈവം ആമേ സ്തോത്രം ഹല്ലേലൂയ അബ്രഹാമിനെ മറന്നില്ല, സാറായെ മറന്നില്ല. എന്നാൽ അബ്രഹാമും സാറായും ദൈവത്തിന്റെ ആലോചനയെ മറന്നു. അതുകൊണ്ടാണല്ലോ ഇടയ്ക്ക് ഹാഗാർ കയറി വരുവാനിടയായത്. ആമേ ദൈവത്തിന്റെ ആലോചനകളെ നാം പറയുന്നത് ഇങ്ങനെയാണ്, ഞാനൊന്നും മറക്കത്തില്ല, ഞാനൊന്നും മറക്കത്തില്ല. ആമേ സ്തോത്രം. നമ്മൾ മറക്കത്തില്ല എന്ന് പറഞ്ഞാലും നാം മറന്നുപോകും എന്ന്. ആമേ സ്തോത്രം. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം മുതൽ ആമേ സ്തോത്രം നാം വായിക്കുമ്പോൾ അതിന്റെ 8 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയും. മോശയോട് ആമേ സ്തോത്രം ദൈവം ആമേൻ പറഞ്ഞ വാക്കുകൾ അങ്ങനെ തന്നെ നിവർത്തിയാകുവാൻ. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രായേൽ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ വഴി വെച്ച് അമാലേക്കർ അവരെ ആക്രമിച്ച് അവരോട് ചെയ്തതിനെ ഞാൻ കുറിച്ചു വെച്ചിരിക്കുന്നു എന്ന് ആമേ സ്തോത്രം ശമൂവേലിന്റെ പുസ്തകത്തിൽ 15-ാം അധ്യായത്തിൽ 2-ാം വാക്യത്തിൽ അവിടെ കാണുവാൻ. എന്നാൽ 1000 വർഷം നോക്കണേ, ദൈവം മോശയോട് കുറിച്ചു വെച്ചിട്ട് സ്തോത്രം യോശുവയുടെ കയ്യിൽ കൊടുക്കാൻ പറഞ്ഞു. ദൈവം മോശയോട് പറഞ്ഞു, നീ ഇത് കുറിച്ചു വെക്കുക. അമാലേക്കർ നിങ്ങളോട് എന്റെ ജനത്തോട് ചെയ്തത് ഞാൻ പകരം തീർക്കുക തന്നെ ചെയ്യും. ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ അതിന് പകരം കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് മോശയോട് പറഞ്ഞു, നീ എഴുതി കുറിച്ചു വെക്കുക എന്ന് പറഞ്ഞു. അത് നീ കുറിച്ചു വെച്ചിട്ട് നീ സ്തോത്രം ആരുടെ കയ്യിൽ കൊടുക്കണം? യോശുവയുടെ കയ്യിൽ കൊടുക്കണം. യോശുവയുടെ കയ്യിൽ കൊടുക്കുവാൻ ഏൽപ്പിച്ചു. യോശുവ അത് സൂക്ഷിച്ചു വെച്ച് പിന്നെ തലമുറയായി അതങ്ങനെ കൈമാറി വരുവാനിടയായി. എന്നാൽ 1000 വർഷം നോക്കണേ, 1000 വർഷം ഇസ്രായേൽ ജനം മിസ്രയീമിൽ നിന്നും സ്തോത്രം വന്നിട്ട് 1000 വർഷം കഴിയുമ്പോൾ ആ 1000 വർഷത്തിന്റെ തലമുറ പ്രാർത്ഥിക്കുന്ന മൊർദെഖായിയുടെ തലമുറയിൽ വന്നെത്തുവാനിടയായി. 1000 തലമുറ മൊർദെഖായിയുടെ തലമുറയിൽ വന്നപ്പോ 1000 തലമുറയായി. ഈ 1000 തലമുറയുടെ ആ സമയത്ത് ദൈവം മൊർദെഖായിൽ കൂടെ സ്തോത്രം ഹല്ലേലൂയ സകലതിനെയും ഈ ഭൂമിയിൽ നിന്നും ഛേദിച്ച് കളയുവാനിടയിൽ. ഹാമാന്റെ വംശത്തെ ഭൂമിയിൽ നിന്നും ഒന്നടങ്കം ഒന്നുപോലും ശേഷിക്കാതെ സ്തോത്രം ഛേദിച്ച് കളയുവാനിടയായി. ഹാമാനെയും തന്റെ കുടുംബത്തെ എല്ലാം തൂക്കുമരത്തിൽ കയറ്റിയപ്പോൾ മറ്റ് ഹാമാന്റെ വംശത്തെ എല്ലാം കൊന്നുകളഞ്ഞെന്നാണ്, യഹൂദന്മാർ കൊന്നുകളഞ്ഞെന്നാണ് അവിടെ എസ്തേറിന്റെ പുസ്തകത്തിൽ നമുക്ക് വായിപ്പാനിട. 1000 വർഷമെടുത്തു. ദൈവം ഒന്നും മറന്നു പോകുന്ന ദൈവമല്ല. നാം ഓർത്താലും ഇല്ലെങ്കിലും ദൈവം നമ്മുടെ നടപ്പൊക്കെയും സ്തോത്രം കുറിച്ചു വെക്കുന്നുണ്ട്. നമ്മുടെ ചിന്ത ഇങ്ങനെയാണ്, ഞാൻ നടക്കുന്നത് ആരും അറിയുന്നില്ല, ഞാൻ പ്രവർത്തിക്കുന്നത് ആരും അറിയുന്നില്ല, ഞാൻ പറയുന്നത് ആരും അറിയുന്നില്ല, ഞാൻ സ്തോത്രം ജീവിക്കുന്നത് ആരും അറിയുന്നില്ല എന്ന് നാം ചിന്തിക്കാറുണ്ട് പലപ്പോഴും. എന്നാൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, സ്തോത്രം എല്ലാം ദൈവം ഓർത്ത് വെക്കുന്നുണ്ട്, ദൈവം എല്ലാം കുറിച്ചു വെക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ നാം നേരോടെ നടക്കണം. നേരോടെ നടക്കുന്ന ദൈവമക്കൾക്ക് നന്മയ്ക്ക് മുടക്കം വരികയില്ല. സദർശവാക്യം 16-ാം അധ്യായം അതിന്റെ 20-ാം വാക്യം ഒന്ന് വേഗം വായിക്കാമോ? സദർശവാക്യം 16-ാം അധ്യായം അതിന്റെ 20-ാം വാക്യം ഒന്ന് വായിക്കാമോ? തിരുവചനം പ്രമാണിക്കുന്നവൻ നന്മ കണ്ടെത്തും, യഹോവയിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. ആമേൻ സ്തോത്രം. തിരുവചനം നിവർത്തിക്കുന്നവൻ, തിരുവചനത്തെ അനുസരിക്കുന്നവൻ, ദൈവവചനത്തെ അനുസരിക്കുന്ന ഒരു ദൈവവേദനെ ദൈവം ഭാഗ്യവാനായിട്ടാണ് കരുതുന്നത്, ഭാഗ്യവാനായിട്ട്. അതുകൊണ്ട് ഇന്ന് പ്രഭാതം ആ ഭാഗ്യവാന്റെ പട്ടികയിൽ നമുക്ക് എണ്ണുവാൻ തക്കവണ്ണം, നമ്മെയും എണ്ണുവാൻ തക്കവണ്ണം തിരുവചനം പറയുന്നത് എങ്ങനെയാണ്? യഹോവയെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്ന് ദൈവം നോക്കുമ്പോൾ നമ്മെയും ഈ പ്രഭാതം കാണുവാൻ തക്കവണ്ണം ബുദ്ധിമാന്മാരുടെ പട്ടികയിൽ എണ്ണുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ ചേർത്ത് കൊണ്ടുവന്നതിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പ്രഭാതത്തിൽ ഒരു ദൈവത്തിന്റെ സമയത്തിനായി
ദൈവത്തിന്റെ ഒരു സന്ദർശനത്തിനാൽ നമ്മുടെ ജീവിതത്തിന്റെ സീസൺ ഒന്ന് മാറുവാനായി നാം കാത്തിരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. സ്തോത്രം. വിടുവിക്കുവാനുള്ള സമയം നമ്മൾ പലപ്പോഴും അത് വിശുദ്ധ വേദപുസ്തകം പറയുന്നത് തക്ക സമയം, ദൈവത്തിന്റെ സമയത്തെ പറയുന്നത് തക്ക സമയം എന്നാ പറയുന്നത്. തക്ക സമയം. സ്തോത്രം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സാറായ്ക്ക് ഒരു മകനെ കൊടുക്കുവാൻ ദൈവത്തിനൊരു തക്ക സമയമുണ്ടായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം നാം വായിക്കുമ്പോൾ അതിന്റെ 18-ാം അധ്യായം 14-ാം വാക്യം ഒക്കെ വായിക്കുമ്പോൾ യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? സ്തോത്രം. ആണ്ട് കഴിഞ്ഞിട്ട് ഈ സമയമാകുമ്പോൾ നിനക്ക് ഞാൻ നിന്റെ അടുക്കൽ മടങ്ങി വരും, സാറായ്ക്ക് ഒരു മകൻ ഉണ്ടാകും എന്ന് അരുളി ചെയ്തു. അനന്തരം യഹോവ താൻ അരുളി ചെയ്തതുപോലെ സാറയെ സന്ദർശിച്ചു. ആ വാഗ്ദത്തം ചെയ്തിരുന്നത് യഹോവ സാറായ്ക്ക് നിവർത്തിച്ചു കൊടുത്തു. സ്തോത്രം. അപ്പോൾ ദൈവം പറയുന്നതെല്ലാം അങ്ങനെ തന്നെ സംഭവിക്കുവാനിടയായി. ശൂലംകാരത്തിയോട് ഒരിക്കൽ സ്തോത്രം ദൈവത്തിന്റെ ആത്മാവ് പ്രവാചകനായ ഏലീശായിൽ കൂടെ പറയുവാനിടയായി, അടുത്ത ആണ്ടിൽ നീ ഒരു ആൺ സന്തതിയെ അണച്ചുകൊള്ളും, നീ ഒരു ആൺ സന്തതിയെ പ്രസവിക്കുവാനിടയാകും. അങ്ങനെ തന്നെ സംഭവിക്കുവാനിടയായി. ആൺ സന്തതിയെ തന്നെ അവൾ പ്രസവിച്ചു. സ്തോത്രം ചെയ്യുന്നു. അവളോട് ചോദിക്കുകയാണ്, നീ ഇത്രയും വലിയ താല്പര്യത്തോടെയൊക്കെ നീ എനിക്ക് വേണ്ടി ചെയ്തല്ലോ, ഞാൻ നിനക്ക് വേണ്ടി എന്താണ് ചെയ്തു തരേണ്ടത്? ഇന്ന് പ്രഭാതത്തിൽ സ്തോത്രം ദൈവത്തിനെ കാത്തിരിക്കുന്ന ദൈവദാസന്മാരെ, ദൈവത്തിന്റെ ആത്മാവ് ചോദിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്തു തരേണ്ടത്? ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്തു തരേണ്ടത്? പ്രാർത്ഥനയുടെ സ്തോത്ര ശബ്ദങ്ങൾ ഇന്ന് പകൽ ഉയരുമ്പോൾ, പ്രാർത്ഥനയുടെ ശബ്ദങ്ങൾ ഉയരുമ്പോൾ, കഴിഞ്ഞ നാളുകളിൽ ആണ്ടുകളും ആഴ്ചകളും മാസങ്ങളും ദിവസങ്ങളും കുറിച്ചു വെച്ച സ്തോത്രം ആ ദിവസങ്ങളെല്ലാം ദൈവം ഇന്ന് പകൽക്കാലം സ്തോത്രം മാറ്റാൻ പോവുകയാണ്. ഈ 4-ാം മാസം സ്തോത്രം ഹല്ലേലൂയ. ഈ 4-ാം മാസത്തിന്റെ അവസാനത്തെ ചില മീറ്റിങ്ങുകളുടെ നടുവിൽ സ്തോത്രം അനേകരുടെ സാക്ഷ്യങ്ങൾ കേൾക്കുവാനിടയാകും. അനേക ദൈവത്തിന്റെ വിടുതലിന്റെ സാക്ഷ്യങ്ങൾ കേൾക്കുവാനിടയാകും. തലമുറകളെ ഓർത്ത് കരയുന്ന അനേക മാതാപിതാക്കൾ ഇതിനകത്തുണ്ട്. തലമുറകളെ ഓർത്ത് കരയുന്ന അനേക മാതാപിതാക്കളുണ്ട്. കുടുംബ ജീവിതത്തിനകത്ത് സ്വസ്ഥതയില്ലാതെ കരയുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. കർത്താവേ, ഇന്ന് ഒരു വിടുതൽ, നാളെ ഒരു സന്തോഷം, അടുത്ത ദിവസം ഒരു സന്തോഷം ഞാൻ കാണുമെന്ന് ആഗ്രഹിച്ച് എത്രയോ നേർച്ചകൾ നേർന്നു, എത്രയോ ദിവസങ്ങൾ ഞാൻ ഉപവസിച്ചു പ്രാർത്ഥിച്ചു കരഞ്ഞു. എന്നാൽ എന്റെ പ്രാർത്ഥനയുടെ മറുപടികൾ വരുന്നില്ലല്ലോ, എന്റെ പ്രാർത്ഥനയുടെ മറുപടി കാണുവാൻ സമയമായില്ലല്ലോ എന്നോർത്ത് ഭാരപ്പെടുന്ന ദൈവവൈതലേ, ഇന്ന് പ്രഭാതം ആത്മാവ് വ്യക്തമായും ശക്തമായും പറയുന്നു, പ്രാർത്ഥനയുടെ മറുപടികൾ വരുവാൻ സമയമാണ്. വചനം പ്രമാണിക്കുന്നവർക്ക് മഴ അയക്കുവാൻ ഒരു തക്ക സമയമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ തക്ക സമയത്ത് നിങ്ങൾക്ക് മഴ തരും, ഭൂമി വിളവ് തരും, ഭൂമിയിലുള്ള വൃക്ഷവും ഫലം തരുമെന്ന് തിരുവചനം പറയുന്നു. ലേവ്യ പുസ്തകം 26-ാം അധ്യായത്തിൽ എഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 34-ാം അധ്യായത്തിൽ അവിടെയൊക്കെ നമുക്ക് ദൈവത്തിന്റെ പ്രവർത്തികളെ കാണുവാനിടയാണ്. ദൈവം കൃപ അയക്കുവാൻ ഒരു സമയം, ദൈവത്തിന് തന്റെ കൃപയെ അയക്കുവാൻ ഒരു സമയമുണ്ട്. നീ എഴുന്നേറ്റ് സിയോനോട് കരുണ കാണിക്കും, അവളോട് കൃപ കാണിപ്പാനുള്ള കാലം അതിന് സമയമായി സമയം വന്നിരിക്കുന്നുവെന്ന് 102-ാം സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാനിടയാകും. മലാഖിയുടെ കാലം നോക്കണേ, മലാഖിയുടെ കാലം മുതൽ സ്തോത്രം ഹല്ലേലൂയ യേശു ക്രിസ്തുവിന്റെ കാലം വരെ 400 വർഷം. മലാഖി മുതൽ യേശു ക്രിസ്തു വരെ 400 വർഷം സ്തോത്രം. ഒരു പ്രവാചകന്മാരോ ഹല്ലേലൂയ സ്തോത്രം അരുളപ്പാടുകാരോ ലോകത്തിൽ ഇല്ലായിരുന്നെങ്കിലും രോഗികളെ സൗഖ്യമാക്കുവാൻ ദൈവത്തിന്റെ സ്തോത്രം കൃപ വ്യാപരിച്ചിരുന്നു. ദൈവത്തിന്റെ കൃപ വ്യാപരിച്ചിരുന്നു. അതുകൊണ്ട് അങ്ങനെയാ ബെഥസ്ദ കുളത്തിൽ ദൂതനിറങ്ങുമ്പോൾ വെള്ളം കലങ്ങും. അങ്ങനെ അതിനകത്ത് നാനാവ്യാധിക്കാർ വന്നിറങ്ങും. അതിനകത്ത് ആരാണ് ആദ്യം ഇറങ്ങുന്നുവോ അവർക്ക് സൗഖ്യം പ്രാപിക്കും. അവർ സൗഖ്യം പ്രാപിക്കും. 400 വർഷം ഇങ്ങനെ ഈ ക്രിയയിൽ കൂടെ തന്റെ ജനത്തെ ദൈവം വിടുവിച്ചുകൊണ്ടേയിരുന്നു.
ആമേ സ്തോത്രം ഹല്ലേലൂയ. ആമേൻ. ഇന്ന് ഈ പദം പറയുമ്പോൾ സ്തോത്രം പരിശുദ്ധാത്മാവ് പറയുന്നു, ഞാൻ എത്ര നാളുകളായി പ്രാർത്ഥിക്കുന്നു, എത്രയോ ദിവസങ്ങളായി കേൾക്കുന്നു, ഒരു വിടുതൽ കാണാൻ കഴിയുന്നില്ല, ഒരു പ്രാർത്ഥനയുടെ മറുപടി കാണാൻ കഴിയുന്നില്ല എന്നൊക്കെ ഭാരപ്പെട്ടിരിക്കുന്ന ദൈവവൈതലെ, ഇന്ന് പ്രഭാതത്തിൽ 400 വർഷം തന്റെ ജനത്തിനു വേണ്ടി ദൈവം അങ്ങനെ ഒരു വിടുതലയച്ച് സ്തോത്രം വിടുവിക്കുവാൻ ദൈവത്തിന് കരുണ തോന്നിയെങ്കിൽ നമ്മെയും ദൈവം വിടുവിക്കാതിരിക്കുമോ? ദൈവം നമ്മെയും വിടുവിക്കാതിരിക്കുമോ? നമ്മുടെ ജീവിതത്തിൽ സ്തോത്രം എത്രയോ ഞാൻ എൻ്റെ അനുഭവ സാക്ഷ്യങ്ങളൊക്കെ ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഇന്ന് പ്രഭാതത്തിൽ പറയട്ടെ, സുബോധം നഷ്ടപ്പെട്ട് ഭ്രാന്തനായി സ്തോത്രം കുവൈറ്റിന്റെ മണ്ണിൽ ഇരു കരങ്ങളും പുറകെ കെട്ടിയിട്ട് സ്തോത്രം ബോധം തെളിയുമ്പോൾ, മൂന്നാമത്തെ ദിവസം ബോധം തെളിയുമ്പോൾ എൻ്റെ ഇരു കരങ്ങളും പുറകെ കെട്ടിയിട്ട് ഒരു കുഞ്ഞു റൂമിൽ അടച്ചിട്ടിരിക്കുന്നതാണ് ഞാൻ കാണുവാനിടയായി. എൻ്റെ സമ്പത്തെല്ലാം സ്തോത്രം 4.5 വർഷം എൻ്റെ സമ്പാദ്യങ്ങൾ, എൻ്റെ സ്വപ്നങ്ങളെല്ലാം നഷ്ടമായി, ഒരു ഭ്രാന്തനായി സുബോധം നഷ്ടപ്പെട്ട് ദേശത്തിൽ വന്ന് ഒരു സ്തോത്രം എൻ്റെ ഭാര്യയുടെ ഭവനത്തിൽ വന്ന് ഒരു കുഞ്ഞു റൂമിൽ ഞാൻ അടയ്ക്കപ്പെട്ടവനായി, ഞാൻ മാസങ്ങളോളം ആരുമായി ഒരു ബന്ധമില്ലാതെ, പ്രാർത്ഥനാ ജീവിതമില്ലാതെ, ദൈവദാസന്മാരെ കാണുന്നതിന് ഇഷ്ടമല്ല, ആലയത്തിൽ പോകുന്നത് ഇഷ്ടമല്ല, എന്നെ ഇങ്ങനെ ഈ ഭ്രാന്തനാക്കിയ ദൈവത്തെ എനിക്ക് കാണണ്ട, എന്നെ സ്തോത്രം എനിക്ക് വേണ്ടി പ്രവചിച്ച പ്രവാചകന്മാരെ എനിക്ക് കാണണ്ട, ഇനി എൻ്റെ ദൈവം എന്നെ സ്തോത്രം രക്ഷിക്കുകയില്ല, ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു വിടുതലില്ല എന്ന് പറഞ്ഞ അതേ സ്തോത്രം എൻ്റെ ജീവിതത്തിനകത്ത് ഒരു ദൈവിക സന്ദർശനം ഉണ്ടായപ്പോൾ സ്തോത്രം എവിടെ ഏത് രാജ്യത്ത് നിന്ന് ഭ്രാന്തനായി വന്നോ അതേ രാജ്യത്തിൽ എന്നെ മടക്കി അയച്ച് അതിനകത്ത് ദൈവത്തിന്റെ പ്രവൃത്തികൾ വെളിപ്പെടുകയും സ്തോത്രം ഇന്ന് സ്തോത്രം ഹല്ലേലൂയ അതേ പട്ടണത്തിൽ 3 കൂട്ടായ്മയിൽ സ്തോത്രം കൂട്ടായ്മകൾ എന്ന ദൈവം നമ്മെ സ്തോത്രം ഞങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹമാക്കി തീർക്കുവാനിടയായി. കുവൈറ്റിന്റെ മണ്ണിൽ സ്തോത്രം 3 കൂട്ടായ്മകളെ തന്ന ദൈവം ഞങ്ങളെ ആദരിപ്പാനിടയെ. കർത്താവിന്റെ ദാസന്മാരെ ഇന്ന് പ്രഭാതത്തിൽ പറയട്ടെ, നമ്മുടെ ജീവിതം അസ്തമിച്ചു പോയെന്ന്, എല്ലാം തീർന്നു പോയെന്ന്, ഇനി ഒരിക്കലും കരകയറുകയില്ല എന്ന്, ഇനി നമുക്കൊരു ഉയർച്ച പ്രാപിക്കാൻ കഴിയത്തില്ല എന്ന് സ്തോത്രം ശത്രുക്കൾ പോലും വെല്ലുവിളിച്ചാലും ആ വെല്ലുവിളിയുടെ നടുവിൽ വിടുവിക്കുന്ന ഒരു ദൈവത്തിന്റെ സന്നിധിയിൽ നാം പ്രാർത്ഥിക്കുകയാണെങ്കിൽ, നാം വിശ്വസ്തരാണെങ്കിൽ, വചനത്തെ പ്രമാണിക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിശ്ചയമായും ഭാഗ്യവാന്റെ പട്ടികയിൽ ദൈവം നമ്മെ കരകയറ്റുവാനിടയാകും. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് സ്തോത്രം പ്രഭാതത്തിൽ നിങ്ങളുമായി ഈ വചനം പങ്കുവെക്കുമ്പോൾ എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്, എൻ്റെ അനുഭവമാണ്. മറ്റൊരു വ്യക്തിയുടെ അനുഭവത്തെ കൊണ്ടുവന്ന് ഞാൻ പറയുന്നില്ല, എൻ്റെ സ്വന്തം അനുഭവം പറയാം. സുബോധം നഷ്ടപ്പെട്ട് ഭ്രാന്തരായി സ്തോത്രം ഹല്ലേലൂയ. ഇനി എല്ലാം നഷ്ടപ്പെട്ട ഒരു സ്വബോധം നഷ്ടപ്പെട്ടവന് പിന്നെ ഇനി എന്താ നഷ്ടപ്പെടാനിരിക്കുന്നത്? ഒരു മനുഷ്യന് സ്വബോധം നഷ്ടപ്പെട്ടാൽ അവന് പിന്നെ എന്താണ് അവന്റെ കൈമുതലായി ഉള്ളത്? എല്ലാം നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടു. ആ വട്ടപൂജ്യത്തിൽ നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ, ഉപവസിക്കാൻ തുടങ്ങിയപ്പോൾ 3 ദിവസം 7 ദിവസം 21 ദിവസം 40 ദിവസം നീണ്ട ഉപവാസവും പ്രാർത്ഥനകളും എൻ്റെ ജീവിതത്തെ ദൈവം മാറ്റുവാൻ തുടങ്ങി. ദൈവം എന്നെ വിടുവിക്കുവാൻ തുടങ്ങി. എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിപ്പാൻ തുടങ്ങി. സ്തോത്രം ഹല്ലേലൂയ. എവിടെയൊക്കെ സ്തോത്രം സ്വബോധം നഷ്ടപ്പെട്ടവരെന്ന് ഭ്രാന്തൻ എന്ന് പറഞ്ഞ് അയക്കപ്പെട്ടുവോ അതേ പട്ടണങ്ങളിലെല്ലാം സ്തോത്രം, അതേ പട്ടണങ്ങളിലെല്ലാം എൻ്റെ ദൈവം എന്നെ സ്തോത്രം അയക്കുവാനിടയായി. അവിടെ വീണ്ടും എന്നെ കൊണ്ടെത്തിച്ചു. നിരവധി സഭകൾ പ്രതിഷ്ഠിപ്പാനിടയും. സ്തോത്രം. സൗദിയുടെ മണ്ണിൽ കഴിഞ്ഞ വർഷത്തിന്റെ അവസാന നാളുകളിൽ സൗദി അറേബ്യയിൽ പോയി. ദൈവം അവിടെയും ദമാം എന്ന പട്ടണത്തിൽ ഞങ്ങൾക്കൊരു നല്ലൊരു ആലയം ദൈവം നൽകുവാൻ. കർത്താവിന്റെ ദാസന്മാരെ, സ്തോത്രം, ദൈവത്തിന്റെ ഒരു സന്ദർശനം വെളിപ്പെടുമ്പോൾ അത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മറക്കുവാൻ കഴിയാത്ത ഒരു അനുഗ്രഹമായി തീരും. 10 വർഷം കഷ്ടതയിൽ കൂടെ, അല്ലെങ്കിൽ ചിലപ്പോ 10 വർഷത്തിൽ ചിലപ്പോ ഒരു 5 വർഷം നവോമി സന്തോഷത്തോടുകൂടെ ജീവിച്ചിട്ടുണ്ടായിരുന്നു.
തന്റെ ഭർത്താവും മക്കളുമായി മരുമക്കളുമായൊക്കെ സന്തോഷത്തോടുകൂടെ ഒരു 10 വർഷം ജീവിച്ചിട്ടുണ്ടായിരിക്കാം. നീണ്ട പിന്നത്തേതിൽ വരുന്ന ദിനങ്ങളെല്ലാം നവോമിയുടെ ജീവിതത്തിൽ കഷ്ടതയുടെ ദിനങ്ങളായിരുന്നു, നിരാശയുടെ ദിനങ്ങളായിരുന്നു. ആമേൻ. അവൾ തന്നെ പറയുന്നു, ആമേൻ, നിറഞ്ഞവളായി വന്നു ഒഴിഞ്ഞവളായി. ആമേൻ. നിറഞ്ഞവളായി വന്നിട്ട് ഒഴിഞ്ഞവളായി. സ്തോത്രം. ഹല്ലേലൂയ. എത്ര ദയനീയമായ ഒരു അവസ്ഥയെ നോക്കി. തന്റെ പ്രിയപ്പെട്ടവനും മക്കളുമായി ആമേൻ സ്തോത്രം ആ മോവാബ് ദേശത്ത് വന്നിട്ട് ആ മോവാബ് ദേശത്തിൽ നിന്ന് മടങ്ങിപ്പോകുമ്പോൾ സ്തോത്രം ഭർത്താവില്ല, മക്കളില്ല, ആരുമില്ലാതെ മടങ്ങിപ്പോകുന്നത് അവളുടെ ജീവിതത്തിൽ ദൈവം ആമേൻ സ്തോത്രം അനുവദിക്കാത്തത് കൊണ്ടാണ് ഒരു രൂത്തിനെ കൂടെ കരുതുവാനിടയായി. സ്തോത്രം. ഹല്ലേലൂയ. ഒരു രൂത്തിനെ കൂടെ ദൈവം കരുതി. ആമേൻ. ആ രൂത്തും കൂടെ ഇല്ലാതിരുന്നെങ്കിൽ ആമേൻ സ്തോത്രം ബെത്ലഹേമിന്റെ ആമേൻ സ്തോത്രം അതിരുകൾ കാണുമ്പോൾ തന്നെ നവോമി അവൾ ബോധരഹിതയായി, ബോധം കെട്ടം വീണേ, ആമേൻ, അവൾ ഭ്രാന്തയായി പോയി. അവൾ ഒറ്റയ്ക്കാണ് ആ ദേശത്തിൽ എത്തിയെങ്കിൽ, എന്നാൽ ദൈവം നവോമിക്ക് വേണ്ടി ഒരു രൂത്തിനെ കരുതുവാനിടയായി. കർത്താവിന്റെ ദാസിദാസന്മാര്, ഈ പ്രഭാതം ആമേൻ ദൈവം നമുക്കായി ചിലത് കരുതും. കേട്ടോ, നമുക്കായി ദൈവം ചിലത് കരുതും. ഇന്ന് പകൽ നമ്മുടെ ജീവിതം ശൂന്യമാണെങ്കിൽ, നിരാശയാണ്, മറ്റുള്ളവരാൽ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ശപിക്കപ്പെടുകയും ആമേൻ നിന്ദിക്കപ്പെടുകയും പരിഹസിക്കപ്പെടുകയും ചെയ്യുന്ന അനുഭവമാണെങ്കിൽ, ഇന്ന് പകൽ വചനം ആമേൻ നീ അനുസരിച്ചാൽ, വചനത്തെ നീ മുറുകെ പിടിച്ചാൽ, വചനത്തിൽ നീ വിശ്വസിച്ചാൽ ദൈവം അത്ഭുതം ചെയ്യും. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, ആമേൻ, തിരുവചനത്തിൽ കൂടെ പറയുന്നു, യഹോവയുടെ മഹത്വം വെളിപ്പെടും, അത് സകല ജഡവും കാണുവാൻ. നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹങ്ങളെ മറ്റുള്ളവർ ആമേൻ സ്തോത്രം കണ്ട് അത്ഭുതപ്പെടും, അതിശയപ്പെടും. സ്തോത്രം. ഹല്ലേലൂയ. കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ അപ്പന്റെ സഹോദരൻ എൻ്റെ വീട്ടിൽ വരുവാനിടയായി. സ്തോത്രം. അപ്പോ അദ്ദേഹം വന്ന് വീടിനകത്തോട്ട് കയറിയിട്ട് പറഞ്ഞു, എടാ മോനെ, വീട്ടിനകത്തോട്ട് കയറാൻ പറ്റുന്നില്ലല്ലോടാ, വണ്ടി തട്ടി, വണ്ടികൾ നിറഞ്ഞു കിടക്കല്ലേ, വീടിനകത്തോട്ട് കയറാൻ പറ്റുന്നില്ല, വണ്ടികളൊക്കെ ഇച്ചിരി കൂടെ ഒന്ന് സൈഡ് ഒതുക്കിയിട്ടേന്ന്. സൈക്കിൾ പോലും മേടിക്കാൻ നിവർത്തിയില്ലാത്ത, ഞാൻ പറഞ്ഞല്ലോ, എല്ലാം നഷ്ടപ്പെട്ട് ഭ്രാന്തനായ എന്നെ ദൈവം സ്തോത്രം വാഹനങ്ങളെ തന്ന് ദൈവം അനുഗ്രഹിപ്പാനിടയായി, ആലയം തന്ന് ദൈവം അനുഗ്രഹിപ്പാനിടയായി. എൻ്റെ ജീവിതത്തിൽ കോവിഡ് വന്ന സമയത്ത് ആമേൻ കോട്ടയം പാമ്പാടിയിൽ ഞാൻ ശുശ്രൂഷിക്കുന്ന സമയത്ത് ആണ് ഞാൻ ഇവിടെ ട്രിവാൻഡ്രത്തേക്ക് വരുന്നത്. ആ സമയത്ത് എങ്ങോട്ട് പോകണമെന്നറിയില്ല, എന്തു ചെയ്യണമെന്നറിയില്ല, ആലയങ്ങളെല്ലാം അടയ്ക്കപ്പെട്ടു. വെറുതെ ഞാനിങ്ങനെ 8 മാസത്തെ വാടക ഞാൻ കോട്ടയം മണർകാട് ഇല്ലിവളവ് എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ 8 മാസം വെറുതെ വാടക കൊടുത്ത് ഞാൻ അങ്ങോട്ട് പോകാൻ കഴിയാതെ ഞാനിങ്ങനെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്കറിയില്ല ഞാൻ എങ്ങോട്ട് പോകും, ആരാ ഞങ്ങൾക്ക് ആലയം തരുന്നത്, എവിടെയാ നമുക്കൊരു ആലയം കിട്ടുന്നത്. എന്നാൽ വീടിനകത്തിരുന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, 2 പേർ കടന്നു വന്നു, 4 പേർ കടന്നു വന്നു, പിന്നെ 8ആയി, 10ആയി, പിന്നെ 15ആയി, 20ആയി, 30ആയി, ഇന്ന് ഏകദേശം 50ഓളം വരുന്ന ദൈവമക്കളുമായി സ്തോത്രം ഞങ്ങളിവിടെ സന്തോഷത്തോടുകൂടെ ആമേൻ ഞാൻ ആലയത്തിനകത്തിരുന്ന ഈ മെസ്സേജ് പറയുന്നു, ഞങ്ങൾക്ക് ദൈവം നല്ലൊരു ആലയം തരുവാനിടയായി. സ്തോത്രം. ദൈവം നമുക്ക് വേണ്ടി അവൻ ഒരു ആലയം കരുതുവാനിടയായി. 50 പേരോളം ആരാധിക്കുന്ന ഒരു ആലയം ആമേൻ സ്തോത്രം ആ കോവിഡ് സമയത്ത് പണിയുവാനിടയായി. ഞാൻ ആലയത്തിന്റെ ബേസ്മെന്റ് ഇങ്ങനെ അതിന്റെ ഇത് ബേസ്മെന്റ് കെട്ടുവാൻ, അതിന്റെ എന്താ പറയുക, ഇവിടെ ഞങ്ങൾ ചുവാണ് വാനം എടുക്കുക എന്ന് പറയും. അതിങ്ങനെ വാനം പണിതുകൊണ്ട് നിൽക്കുന്ന, അതിന് മണ്ണ് എടുക്കുന്ന സമയത്ത് ഒരു വ്യക്തി വന്ന് എന്നോട്, ഇവിടുത്തെ ഞങ്ങളുടെ ഏരിയയിലെ വലിയ RSSന്റെ വലിയ നേതാവ്, പുള്ളി വന്ന് എന്നോട് ചോദിച്ചു, ഇതെന്തോ ചെയ്യുന്നേ? ഞാൻ പറഞ്ഞു, ഒരു പ്രാർത്ഥന
പ്രാർത്ഥനാലയം ഇങ്ങനെ ഒരു പ്രാർത്ഥന നടത്താനായിട്ട് ഒരു ചെറിയൊരു ഹാൾ പണിയാണ്. അതുകൂടെ നടക്കത്തൊന്നുമില്ല. ഇവിടെ ഈ ഏരിയയിൽ ഇഷ്ടംപോലെ പെന്തക്കോസ്ത് ചർച്ചുണ്ട്, അല്ലാതെ CSI ഉണ്ട്, കത്തോലിക്ക ഉണ്ട്, എല്ലാ ചർച്ചുകളും ഇവിടെ ഉള്ളപ്പോ നിങ്ങൾക്ക് ഇനി ഒരു പുതിയ പ്രാർത്ഥന ഹാൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതൊന്നും ഇവിടെ പറ്റത്തുന്നില്ല എന്ന് പറഞ്ഞു പുള്ളി ഇങ്ങനെ കുറെ ഇതൊക്കെ കാണിച്ചു. പറയട്ടെ, ആലയത്തിന്റെ ഞാനിരിക്കുന്ന ഈ ആലയത്തിന്റെ പ്രതിഷ്ഠയും പുള്ളിയുടെ സ്നാനവും ഒറ്റ ദിവസം നടന്നു. RSS കാരന്റെ സ്നാനവും ആലയത്തിന്റെ പ്രതിഷ്ഠയും ഒരുമിച്ച് നടക്കുവാനിടയാ. ഇന്നും മുസ്ലിം കുടുംബങ്ങൾ ഇവിടെ ആരാധിക്കാൻ വരുന്നു. ഒരുപാട് മുസ്ലിം കുടുംബങ്ങൾ പ്രാർത്ഥിക്കാൻ വരും. യേശുവിനെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന ഒത്തിരി കുടുംബങ്ങളുണ്ട്. ആമേൻ, സ്തോത്രം. ഞാൻ പറയുന്നത് ഞങ്ങളുടെ കൂടെ ആരാധിക്കുന്ന അനേക കുടുംബങ്ങളുണ്ട്. പക്ഷെ ഒരു സഭയിൽ നിന്ന് ഒരു കൂട്ടായ്മയിൽ നിന്ന് പിടിച്ചോണ്ട് വന്ന് ആരാധിക്കുന്ന ഒരു അനുഭവം എനിക്കില്ല. എനിക്ക് കടലിൽ നിന്ന് മീൻ പിടിക്കുന്ന ഇഷ്ടം, അക്വേറിയത്തിൽ നിന്ന് പിടിച്ചോണ്ട് വരുന്ന എനിക്ക് ഇഷ്ടമല്ല. മറ്റൊരു അടുത്ത് നിന്നും ഇവിടെ നിന്നും പിടിച്ചു കൊണ്ടുവരുന്ന ഒരു ആത്മാവിനെ എനിക്ക് വേണ്ട. ഞാനിങ്ങനെ സ്തോത്രം, ഞാനിങ്ങനെ കഴിഞ്ഞ വർഷം ഇങ്ങനെ സൗദി അറേബ്യയിൽ ഞാനിങ്ങനെ സ്തോത്രം ദൈവകൃപയാൽ എനിക്ക് മോറിയ മലയൊക്കെ കാണാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. അതുപോലെ തന്നെ സ്തോത്രം സീനായി മല കാണാൻ, അങ്ങനെ കുറെ മലകളെല്ലാം കാണാൻ ദൈവം ഭാഗ്യം തന്നത്. അപ്പോ സ്തോത്രം, മോശ ആടുകൾ മേയിച്ചു കൊണ്ട് നടന്ന ദൈവത്തിന്റെ പർവ്വതം ഹോരേബ് പർവ്വതം എനിക്ക് കാണുവാൻ ദൈവം ഭാഗ്യം തന്നു. ആ ഹോരേബ് പർവ്വതത്തിൽ തീ ഇറങ്ങി ആ മുൾപ്പടർപ്പ് കത്താതെ തീ കത്തുന്നുണ്ട്, മുൾപ്പടർപ്പ് കത്താതെ ആ സ്ഥലത്ത് ഇറങ്ങി സ്തോത്രം ചവിട്ടുവാനും അതിനകത്ത് ആ തീ കത്തിയ കല്ലൊക്കെ ഉണ്ട്. അതെല്ലാം അതിനകത്ത് ഈ ഫ്ലാഷ് അടിച്ചിട്ട് ഈ പാറയ്ക്കകം എല്ലാം കത്തി, ഈ ടാറ് പോലെ കത്തിപ്പോയെന്നു അനുഭവം അവിടെ കാണാൻ കഴിയും. എല്ലാം മറ്റു ഭാഗങ്ങളിൽ ആ തീ കത്തിയ സ്ഥലത്ത് മാത്രം കാണുന്ന ഒരു അവിടുത്തെ കല്ലുകളെല്ലാം ടാറ് പോലെ കല്ലിനകത്ത് ടാറ് ഉരുകി കത്തി അതുപോലെ അത് കാണുവാൻ കഴിഞ്ഞു. സ്തോത്രം. അപ്പോൾ ഞാൻ എൻ്റെ ദൈവസ്ഥനിൽ കർത്താവേ, ദൈവം സ്തോത്രം, ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെട്ട ഇടങ്ങളിലൊക്കെ ചെന്ന് എത്തുവാൻ തക്കവണ്ണം ദൈവം എന്നോട് കരുണ കാണിച്ചല്ലോ എന്നോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിപ്പാനിടയായി. കർത്താവിന്റെ ദാസന്മാരെ, ഇന്ന് പ്രഭാതം നാം വായിച്ച തിരുവചനം ഇങ്ങനെയായിരുന്നു. ആമേ, സ്തോത്രം, ഹല്ലേലൂയ. സമയം വരുമ്പോൾ ഞാൻ നേരോടെ വിധിക്കും. സമയം വരുമ്പോൾ നേരോടെ വിധിക്കും. ദൈവം നമുക്കായി ഒരു സമയം വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ സമയത്തിന് വേണ്ടി നാം കാത്തിരിക്കണം. ദൈവത്തിന്റെ വിടുതലിന് വേണ്ടി, ആ സമയത്തിന് വേണ്ടി നാം കാത്തിരിക്കുകയാണെങ്കിൽ നിശ്ചയമായും ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാനിടയാണ്. തക്ക സമയത്ത് നാം ചില കാര്യങ്ങൾ നാം ദൈവത്തിന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യും. ദൈവം നമുക്ക് വേണ്ടി നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. കഷ്ടതയിൽ നിൽക്കുന്ന ദൈവമക്കളെ നാം കൈത്താങ്ങും. നമ്മുടെ ആവശ്യങ്ങളെല്ലാം ദൈവം നടത്തി തരണം. പക്ഷെ മറ്റുള്ളവരുടെ ആവശ്യങ്ങളെ നടത്തുവാൻ നമുക്ക് സമയം പോരാ, സമയം കിട്ടുന്നില്ല, സമയം ലഭിക്കുന്നില്ല. ദൈവമെല്ലാം തൻ്റെതായ സമയത്ത് നിവർത്തിച്ചും നിവർത്തിക്കുമെന്നുമുള്ള വാഗ്ദത്തത്തെ കുറിച്ചും നാം കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിലും ദൈവം നമുക്ക് നമ്മോട് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ, ദൈവജനത്തിന് പീഡയുണ്ടാകുമ്പോൾ നമുക്കുള്ള സൗകര്യത്തിൽ അലസരായി കഴിയാതെ ഉപവസിച്ചും പ്രാർത്ഥിച്ചും പീഡിതർക്ക് വേണ്ടി
ചെയ്യാൻ എന്തൊക്കെ കഴിയുമോ അതെല്ലാം നാം ചെയ്യണം. സ്തോത്രം. എസ്തേറിന്റെ പുസ്തകത്തിൽ സ്തോത്രം ഇങ്ങനെ പറയുന്നുണ്ട്, നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്തു നിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും. ഈ സമയത്ത് നാം മിണ്ടാതിരിക്കേണ്ട സമയമല്ല. ഈ 4-ാം മാസം മിണ്ടാതിരിക്കേണ്ട സമയമല്ല. ഉപവസിച്ചും പ്രാർത്ഥിച്ചും ആ ദൈവത്തിന്റെ സമയത്തിനായി നമ്മെ ഒന്ന് ഒരുക്കി കൊടുക്കണം. മൊർദെഖായി അഹശ്വേരോസ് രാജാവിനെ മരണത്തിൽ നിന്നും വിടുവിച്ചത് രാജാവ് നന്നായി അറിഞ്ഞു. രാജാവിനറിയാം. രാജാവ് അതറിയുകയും രാജാവ് ദിനവൃത്താന്ത പുസ്തകത്തിൽ അത് എഴുതി വെക്കുകയും ചെയ്തു. പക്ഷേ രാജാവ് ആ മൊർദെഖായിയെ, തന്റെ പ്രാണനെ വിടുവിച്ചവനെ ഒരു ആദരവ് കൊടുക്കുകയോ ഒരു സമ്മാനം കൊടുക്കുകയോ ചെയ്തില്ല. പക്ഷേ ദൈവത്തിന്റെ സമയമായപ്പോൾ സ്തോത്രം ഹല്ലേലൂയ, മൊർദെഖായി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. എസ്തേർ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. പ്രാർത്ഥന കഴിയുമ്പോൾ രാജാവിന് ഉറക്കം നഷ്ടപ്പെട്ട്, രാജാവിന് സ്വസ്ഥത നഷ്ടപ്പെട്ട്, രാജാവിന് ഒരു രാത്രി ഉറക്കമില്ലാത്ത ദിനമാക്കി മാറ്റിയപ്പോൾ രാജാവ് ആ ദിനവൃത്താന്ത പുസ്തകങ്ങളെ എടുത്ത് വായിക്കുവാൻ തുടങ്ങി. അങ്ങനെ വായിച്ചു വരുമ്പോൾ രാജാവിനെ രക്ഷിച്ച ആ ദിവസത്തെ ഓർമ്മ വന്നു. സ്തോത്രം. രാജാവിനെ മൊർദെഖായിയിൽ കൂടെ രക്ഷിച്ച ആ ദിനത്തെ ഓർമ്മ വന്നപ്പോൾ രാജാവിന് തന്നെ സ്തോത്രം സ്വയം നാണക്കേടായി പോകും. അയ്യോ, എന്നെ മരണത്തിൽ നിന്ന് വിടുവിച്ചവന് വേണ്ടി ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ, ഞാൻ ഒരു രക്ഷയും ചെയ്തിട്ടില്ലല്ലോ, ഞാൻ ഒരു സഹായവും ചെയ്തിട്ടില്ലല്ലോ എന്നുള്ള സ്വയമായിട്ട് തനിക്ക് ഒരു ചിന്ത ഉണ്ടായി. അന്ന് രാത്രി ഹല്ലേലൂയ, മൊർദെഖായിയെ കൊല്ലാനായിട്ട് അനുവാദം ചോദിക്കാൻ വന്നവന്റെ വായിൽ കൂടെ മൊർദെഖായിയെ ആദരിക്കുന്ന നിലകളിൽ ദൈവം അവിടെ അവനിൽ കൂടെ വെളിപ്പെട്ടെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ ഈ 4-ാം മാസത്തിന്റെ 7-ാമത്തെ പ്രഭാതത്തിൽ ഈ വചനം ഈ വചനം ശ്രവിക്കുന്ന ദൈവദാസിമാരെ, നിനക്കെതിരായി ആരൊക്കെ നിനക്കെതിരായി, നിന്റെ ശുശ്രൂഷകൾക്കെതിരായി, നിന്റെ നന്മകൾക്കെതിരായി, നിന്റെ തലമുറകൾക്കെതിരായി ആരൊക്കെ എഴുന്നേറ്റാലും അവനിൽ കൂടെയായിരിക്കും ചിലപ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോയി. വിശ്വസിക്കാൻ കഴിയത്തില്ല. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത വ്യക്തികളിൽ കൂടെ ആയിരിക്കാം ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ പോകുന്നത്. ദൈവത്തിന്റെ സമയം സ്തോത്രം ആ വ്യക്തികളിൽ കൂടെ ആയിരിക്കാം വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ സ്തോത്രം സമയം വരുമ്പോൾ തക്കത്തിൽ നമ്മെ ദൈവം ഉപയോഗിക്കുവാനിടയാണ്. വിടുവിക്കുവാനുള്ള സമയം, അതിനെയാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത് തക്ക സമയം എന്ന് പറയുന്നത്. ശിക്ഷിക്കുവാനും ദൈവത്തിനൊരു സമയമുണ്ട്. നമ്മൾ പലപ്പോഴും പറയുന്നു, അയ്യോ ഇവൻ ഇതെല്ലാം ചെയ്തിട്ട്, ഇവൾ ഇതെല്ലാം ചെയ്തിട്ട് ഇവക്ക് ഒരു ശിക്ഷ കൊടുക്കുന്നില്ലല്ലോ. സ്തോത്രം. നീ ഭാരപ്പെടേണ്ട കുഞ്ഞെ. സ്തോത്രം. ദൈവത്തിന്റെ സമയമാകുമ്പോൾ അവൻ ശിക്ഷിക്കാതെ വിടുകയില്ല, രക്ഷിക്കാതെ വിടുകയില്ല, അവൻ ശിക്ഷിക്കാതെയും വിടുകയില്ല. അതുകൊണ്ട് ദൈവസന്നിധിയിൽ ഇന്ന് പ്രഭാതം പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിൽ ആയിരിക്കാം. ദൈവത്തിന്റെ ആലോചന നിവർത്തിക്കുവാൻ സ്തോത്രം താമസിച്ചു പോകുന്നു എന്ന് ഓർത്ത് നമ്മൾ പലപ്പോഴും ഭാരപ്പെടാറുണ്ട്. എന്നാൽ ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടും. സമയം തെറ്റുകയുമില്ല. അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക. അത് വരും നിശ്ചയം, താമസിക്കുകയുമില്ല. ഹല്ലേലൂയ എന്ന് പ്രവാചകനിൽ കൂടെ എഴുതിയിരിക്കുന്ന ആ ദൈവവചനം നിവർത്തി ആകുക തന്നെ ചെയ്യും. ഇന്ന് പ്രഭാതത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ദൈവത്തിന്റെ വലിയ മഹത്വം കാണുവാനിടയാകും. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. സമയമാകുമ്പോൾ അവൻ നേരോടെ വിധിക്കുവാനിടയാകും. സമയമാകും. ഇന്ന് പ്രഭാതം പറയണം, കർത്താവേ എന്നെ വിടുവിക്കുവാൻ സമയമായി, എന്നെ വിടുവിക്കുവാൻ സമയമായി, എന്നെ അനുഗ്രഹിപ്പാൻ സമയമായി, എന്റെ തലമുറകൾക്ക് നല്ല ഭാവി ഒരുക്കുവാൻ സമയമായി. സ്തോത്രം. ഹല്ലേലൂയ. തലമുറകളില്ലാതെ ഭാരപ്പെടുന്ന ആരുടെയെങ്കിലും സ്തോത്രം ഹല്ലേലൂയ കുടുംബം ഇത് കേൾക്കുകയാണെങ്കിൽ ദൈവാത്മാവിൽ പറയട്ടെ, ഈ 4-ാം മാസം സ്തോത്രം ഹല്ലേലൂയ നാറ്റം വെച്ച ലാസറിനെ പുറത്തെടുത്തതുപോലെ യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ
ഇന്ന് ആവേശത്ര പകൽക്കാലത്തിൽ ആത്മാവിൽ ആരാധിക്കുകയാണെങ്കിൽ, നീ ദൈവവചനം വിശ്വസിച്ച് ദൈവവചനത്തിൽ നിലനിൽക്കുകയാണെങ്കിൽ, ആമേസ്തോത്രം ഹല്ലേലൂയ, നിന്റെ ഭാഗ്യവാനാകുന്ന ഒരു സമയം, നിന്നെ ഒരു ഭാഗ്യവാനാക്കുന്ന ഒരു സമയം, നിന്നെ വിടുവിക്കുന്ന ഒരു സമയം, നിന്നെ കരുതുന്ന ഒരു സമയം, നിന്നെ അനുഗ്രഹിക്കുന്ന ഒരു സമയം. അതെ, ഈ 4-ാം മാസത്തിൽ സ്തോത്രം ഹല്ലേലൂയ, അനവധി പേരുടെ ജീവിതത്തിനകത്ത് വലിയ മാറ്റങ്ങൾ ദൈവം നൽകുവാനിടയാകും. 4-ാം ദിവസം ലാസറിന്റെ കല്ലറയുടെ അരികിൽ വന്ന് നിൽക്കുമ്പോൾ സ്വന്തം സഹോദരങ്ങൾ പോലും യേശുവിനെ നോക്കി പറയാനിടയായി, കർത്താവേ, യേശുവിന്റെ സമയം ദൈവത്തിന്റെ സമയമായപ്പോൾ 4-ാം ദിവസം വന്നു നിൽക്കുമ്പോൾ തടസ്സങ്ങൾ പറയുകയാണ്. കർത്താവേ, 4 ദിവസമായി, 4 ദിവസമായി, ഒന്നാമത്തെ തടസ്സം 4 ദിവസമായി, രണ്ടാമത്തെ തടസ്സം കർത്താവേ നാറ്റം വെച്ചുപോയി, ഇനി ഒരിക്കലും സുഗന്ധമാകത്തില്ല, ഇനി ഒരിക്കലും നിന്റെ നാറ്റം തീരത്തില്ല, നാറ്റം ഭവിച്ചവന്റെ ജീവിതത്തിനകത്ത് ഇനി ഒരിക്കലും ഒരു സുഗന്ധമാകുവാൻ, ഒരു നല്ലതെന്ന് പറയുവാൻ കഴിയില്ല എന്ന് ലോകം വിധി എഴുതി. അയ്യോ, അവന്റെ ജീവിതം നാറ്റം വെച്ചുപോയി, അവന്റെ മക്കളുടെ ജീവിതം നാറ്റം വെച്ചുപോയി, ഇനി ഒരിക്കലും മടങ്ങി വരികാൻ കഴിയത്തില്ല എന്ന് ലോകം വിധി എഴുതി കാത്തിരിക്കുമ്പോൾ ഇന്ന് പ്രഭാതം ആത്മാവ് പറയുന്നു, കുഞ്ഞെ ഭാരപ്പെടണ്ട. നാറ്റം വെച്ച ലാസറിനെ പുറത്തെടുത്ത് ദൈവത്തിന് കൊണ്ടുവന്ന് വിടുവിക്കുവാൻ കഴിഞ്ഞുവെങ്കിൽ, ദൈവത്തിന്റെ സ്തോത്രം ഹല്ലേലൂയ, സമയമായപ്പോൾ 4-ാമത്തെ ദിവസം ആ കല്ലറയിൽ നിന്ന് പുറത്തെടുത്ത് ഒരു ലാസറിനെ വിടുവിച്ചതുപോലെ ഈ 4-ാം മാസം ചില കുടുംബങ്ങളെ വിടുവിക്കുമെന്ന് ഇന്ന് പകലിൽ ആത്മാവ് ശക്തമായ ആലോചന പറയുന്നു. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. പ്രാർത്ഥിച്ചോ കുഞ്ഞെ, പ്രാർത്ഥിച്ചോ. ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ തലമുറകളിൽ വെളിപ്പെടാൻ പോകുന്നു. ചില രോഗബന്ധനങ്ങളെ, ചില രോഗബാധകളെ അഴിച്ചു മാറ്റുന്ന ഒരു ദൈവപ്രവൃത്തി ഇന്ന് പകലിൽ വെളിപ്പെടാൻ പോകുന്നു. ശുശ്രൂഷകൾക്കെതിരായി നന്മകൾക്കെതിരായി സ്തോത്രം ചില ബാധ്യതകളെ കൊണ്ടിട്ട്, ചില സാമ്പത്തിക കുരുക്കുകളിൽ കൊണ്ടിട്ട് ചിലതിനെ സ്തോത്രം ഹല്ലേലൂയ തകർത്തു കളയുവാൻ ശത്രു നാളുകളായി പദ്ധതിയിട്ട സ്തോത്രം, ആ പദ്ധതികളെ ഇന്ന് പ്രഭാതം ദൈവം പൊളിച്ചു മാറ്റി. ദൈവത്തിന്റെ സമയമാകുമ്പോൾ നിന്റെ ജീവിതത്തിനകത്ത് വലിയ വിടുതൽ നൽകുവാൻ അവൻ ഇന്ന് പകൽ ശക്തനാണ്. യേശുവിന്റെ നാമത്തിൽ നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. സ്തോത്രം. ഇന്ന് പ്രഭാതം ഹല്ലേലൂയ. അയ്യോ, എന്നോട് പ്രവചിച്ചില്ലല്ലോ, എന്റെ പേര് പറഞ്ഞ് പ്രവചിച്ചില്ലല്ലോ, ഈ ദൈവദാസൻ പ്രവചിക്കത്തില്ല, ഈ ദൈവദാസൻ ഒരു ദൂത് പറഞ്ഞില്ല, ഞാനും വ്യക്തിപരമായ ഒരു ദൂത് പറഞ്ഞില്ല എന്ന് ഓർത്ത് സ്തോത്രം ഹല്ലേലൂയ. അയ്യോ, കേറിയത് നഷ്ടമായി പോയോ എന്ന് പറഞ്ഞ് ഭാരപ്പെടണ്ട. ഇന്ന് പകൽക്കാലം സ്തോത്രം നിന്നെ വിടുവിക്കുന്ന ഒരു സമയം കേൾക്കാനായിട്ട്, ഈ സമയം കേൾക്കാനായിട്ടാണ്. നാളുകളായി എനിക്കൊരു സമയം ഇല്ലേ, എന്നെ വിടുവിക്കാൻ ഒരു സമയമില്ലേ, എന്നെ അനുഗ്രഹിപ്പാൻ ഒരു സമയമില്ലേ, എന്റെ ജീവിതത്തിൽ ഒരു സമാധാനം നൽകത്തില്ലേ, എന്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം വെളിപ്പെടത്തില്ലേ, എന്റെ തലമുറകൾ മാനസാന്തരപ്പെടത്തില്ലേ എന്ന് ഓർത്ത് ഭാരപ്പെടുന്ന ദൈവ പൈതലേ, ഇന്ന് പ്രഭാതം നിന്റെ സമയം വന്നിരിക്കുന്നു. അതേ, യഹോവ വിടുവിപ്പാൻ ഒരു സമയം. 19-ാം സങ്കീർത്തനത്തിൽ 126-ാം വാക്യത്തിൽ, യഹോവേ, ഇത് നിനക്ക് വിടുവിപ്പാനുള്ള സമയമാണ്. ഇന്ന് പറ, ഇന്ന് എന്നെ വിടുവിക്കേണ്ട സമയമാണ്, എന്നെ വിടുവിക്കേണ്ട സമയമാണ്. ഹല്ലേലൂയ. യാക്കോബ് സ്തോത്രം ദൂതനോട് പറയുവാനിടയായി, നീ എന്നെ അനുഗ്രഹിക്കേണ്ട സമയമാ ഈ സമയം, എന്നെ ഈ അർദ്ധരാത്രി എന്നെ അനുഗ്രഹിക്കേണ്ട സമയമാ. എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. ഈ 4-ാം മാസം പറയണം കുഞ്ഞെ, എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. 1000 വർഷം കഴിഞ്ഞിട്ടും ദൈവത്തിന്റെ സമയമായപ്പോൾ അമാലേക്കിരുന്ന വംശത്തെ ഭൂമിയിൽ നിന്നും തുടച്ചു മാറ്റിയതുപോലെ 400 വർഷം പ്രവാചകന്മാരോ ശുശ്രൂഷകരോ ഇല്ലാതിരുന്ന ഒരു കാലത്തിനകത്ത് പോലും ദൈവത്തിന് ഒരു കുളം കലക്കി രോഹികളെ
രോഗികളെ സൗഖ്യമാക്കുവാൻ ദൈവത്തിന്റെ സമയം അതിനകത്ത് വെളിപ്പെട്ടെങ്കിൽ ഇന്ന് പകലിൽ സ്തോത്രം ഹല്ലേലൂയ നമ്മെ വിടുവിക്കുന്ന ഒരു സമയമാണ്. ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ സ്തോത്രം. ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ആമേൻ ഹല്ലേലൂയ. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ഗ്രേസ് പ്രയർ ഫെലോഷിപ്പിന്റെ ഒരു വിടുതലിന്റെ സമയമാണ്, ഒരു വിടുതലിന്റെ മാസമാണ്. അതേ ദൈവത്തിന് വിടുവിപ്പാൻ സമയമായി. നമ്മുടെ കണ്ണുകൾ ദിവസത്തിലടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹവും പ്രശാന്തമായ നല്ല പ്രഭാതത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ. ദാനിയേലിനെ വിടുവിപ്പാൻ ഒരു സമയം, യോസഫിനെ വിടുവിപ്പാൻ ഒരു സമയം, ദാവീദിനെ വിടുവിപ്പാൻ ഒരു സമയം, കർത്താവെ ആരാധിച്ചവനെ വിടുവിപ്പാൻ ഒരു സമയം, ആരാധിക്കുമ്പോൾ ഒരു വിടുതൽ കർത്താവ്, ആ വിടുതലിന്റെ സമയം എന്ന് പകലിൽ തന്റെ ജനത്തിന് വേണ്ടി ദൈവം ഒരുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിനകത്ത് കർത്താവേ സ്തോത്രം. ഈ കൂട്ടായ്മയിൽ പങ്കാളികളായ എല്ലാവരും ഓർത്ത് സ്തോത്രം ചെയ്ത് വിശേഷിച്ച് കർത്താവിന്റെ ദാസിയും കുടുംബത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു, നമ്മുടെ കൂട്ടായ്മകൾ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ. ഈ പ്ലാറ്റ്ഫോം കർത്താവേ ഇനിയും വിശാലതയിൽ ഒരുക്കുമാറാകണമേ. ഇത് നിലനിൽക്കുവാൻ സ്വർഗം കൃപ ചെയ്യണമേ. ദൈവത്തിന്റെ സമയം തന്റെ മക്കളുടെ മേൽ, ആ വാഗ്ദത്തങ്ങൾ നിവർത്തിയാകണമേ. കഷ്ടതയിൽ നിന്ന് വിടുവിക്കുമെന്നുള്ള വാഗ്ദത്തം, സാമ്പത്തിക ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിക്കുമെന്നുള്ള വാഗ്ദത്തം, തലമുറകളെ അനുഗ്രഹിക്കുമെന്നുള്ള വാഗ്ദത്തം, അത് നിവർത്തിയാകുന്ന സമയം ഈ 4-ാം മാസം കർത്താവേ അത് നിവർത്തിയാകണമേ എന്ന് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അങ്ങയുടെ ദാസിദാസന്മാരെ എല്ലാവരെയും നിറഞ്ഞ ഹൃദയത്തോടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയ ഭൗതിക നന്മകൾ നൽകി മാനിക്കണം, ആദരിക്കണം, അനുഗ്രഹിക്കണം. മകത്വം പങ്കെടുക്കണം. യേശുവിന്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ആമേൻ സ്തോത്രം. താങ്ക് യു. ദൈവം മാനിക്കട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ പ്രഭാതം ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നതിന് ഒത്തിരി സന്തോഷമുണ്ട്. താങ്ക് യു. ദൈവം ധാരാളമായി മാനിക്കട്ടെ. പ്രാർത്ഥനയിൽ ഓർക്കുന്നു. ദൈവം സഹായിക്കട്ടെ. താങ്ക് യു.